സോ ഇതാണ് റിയൽമിയുടെ പുതിയ ബഡ്ജറ്റ് സെക്ഷനിലെ പുതിയ സ്മാർട്ട് ഫോൺ റിയൽമി 12X 5G ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസ്. യൂഷ്വലി ഇതിൻ്റെ സിമിലർ പ്രൈസിൽ വരുന്ന സ്മാർട്ട് ഫോൺസ് യൂഷ്വലി എന്തെങ്കിലും ഒരു കോർണർ കട്ട് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ പ്രൈസ് കുറച്ചിട്ട് നമുക്ക് തരിക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് യൂഷ്വലി ഒരു ലോ പ്രൈസിൽ ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ മിക്ക അങ്ങനത്തെ ഫോണിലും ലൈക്ക് ക്യാമറ മോശമായിരിക്കും, ചിലതിൽ വീക്ക് പ്രോസസ്സേഴ്സ് ആയിരിക്കും, ചിലതിൽ ബാറ്ററി ലൈഫ് കുറവുണ്ടാവും, ചിലതിന് അങ്ങനെ ഓരോ ചില ഭാഗങ്ങൾ വീക്കായിരിക്കും. ഈ ഫോണിൽ വെച്ച് റിയൽമി പറയുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്പെക്സ് കിട്ടുന്ന ഫോണാണെന്നാണ് റിയൽമി പറയുന്നത്. വിൽ സീ. ഇതാണ് ഔട്ട് ഓഫ് ദി ബോക്സ് നിങ്ങൾക്ക് കിട്ടുന്നത്. യൂഷ്വൽ സ്റ്റഫ്സ് തന്നെയാണ്, വേറെ ഒന്നുമില്ല. സോ ഇതാണ് നിങ്ങൾക്ക് യൂഷ്വലി ഔട്ട് ഓഫ് ദി ബോക്സ് കിട്ടുന്നത്. സിമിലർ സ്റ്റഫ്സ് തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഫുൾ റിവ്യൂ പിന്നെ വരുന്നതാണ്. ഒരു കേസ് ഉണ്ട്, നമുക്ക് കേസ് ഇടാം. ഇതാണ് ഔട്ട് ഓഫ് ദി ബോക്സ് എക്സ്പീരിയൻസ്. ആൻഡ് നമുക്കിത് ഒന്നുകൊണ്ട് മാറ്റി വയ്ക്കാം. ആൻഡ് നമ്മൾ ഫോണ് പവർ ഓൺ ചെയ്താൽ തന്നെ യു വിൽ ബി ഗ്രീറ്റഡ് വിത്ത് ബ്ലൂടൂത്ത് വൈറസ്. ചേട്ടാ മോജ് ഇൻസ്റ്റാൾ ചെയ്യണോ മറ്റേ സംഭവം ഇൻസ്റ്റാൾ ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ ആദ്യം അതെല്ലാം സ്കിപ്പ് കൊടുക്കുക. എന്നിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ബ്ലൂടൂത്ത് വൈറസ് ഉണ്ടാവും. അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതാണ് ഫോൺ കിട്ടിയുള്ള ഫസ്റ്റ് ചെയ്യുന്ന ടാസ്ക്. സോ ഈ വേരിയൻറ്റ് വരുന്നത് വുഡ്ലാൻഡ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറിലാണ്. ഇതുപോലെ തന്നെ ഒരു കളർ വരുന്നത് പർപ്പിൾ, അതായത് ടോയ്ലറ്റ് പർപ്പിൾ എന്നാണ് വേറെ കളറിൽ വരുന്നത്. ഇൻ മൈ ഒപ്പീനിയൻ ഇതാണ് എനിക്ക് ബെറ്റർ കളറായിട്ട് തോന്നിയത്. സോ ഫസ്റ്റ് ഇംപ്രഷൻ ഇതെല്ലാം നമ്മുടെ പുതിയ ഷവോമി, ഓപ്പോ, വിവോ ഫോണിൽ വരുന്ന വാച്ച് ഫേസ് ക്യാമറ മോഡ്യൂൾ ലൈക്ക് ഡിസൈനാണ് വരുന്നത്. ലൈക്ക് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ചൈനീസ് സ്മാർട്ട് ഫോൺസും ഈ സെയിം സംഭവം തന്നെ ഒരു മെയിൻ സ്ട്രീം ആക്കിയ പോലെയാണ് തോന്നുന്നത്. ചിലവർക്ക് ഇങ്ങനത്തെ പുതിയ ടൈപ്പ് വലിയ ക്യാമറ മോഡ്യൂൾ ഡിസൈൻ ഇഷ്ടമാണ്. ഐ ഡോണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ പറയുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ദിസ് ലൈക്ക് വിയർഡ് ക്യാമറ ബംപ് തിങ്. എനിക്ക് തോന്നുന്നത് ഈ ക്യാമറ മോഡ്യൂളിൻ്റെ അവിടെ പെട്ടെന്ന് തന്നെ ഒരുപാട് സ്ക്രാച്ചസ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ബോക്സിൽ കിട്ടുന്ന കേസ് ഇടുകയാണെങ്കിൽ ഈ ക്യാമറ ബംപിങ് ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞ് കിട്ടും. ആരോ സൈഡിലെന്തോ ടൈലെന്തോ പൊട്ടിക്കുന്നുണ്ട്. ഇന്നലെ ഒരാൾ മരം മുറിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് റിവ്യൂ ഇന്നത്തേക്ക് മാറ്റി വെച്ച്. ഇന്നൊരാൾ ടൈല് മുറിക്കുകയാണ്. ഓരോരുത്തരുടെ ജോബാണോ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ അതൊന്ന് ഇഗ്നോർ ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ബോക്സിൽ കിട്ടുന്ന കേസ് ഇടുവാണെങ്കിൽ ഈ ബംപിങ് ഒന്ന് കുറഞ്ഞ് കിട്ടും. ബട്ട് കേസ് ഇടുന്നതിന് മുമ്പ് നമുക്ക് ഈ ബാക്കിനെ പറ്റിയൊന്ന് പറയണം. വേറെ ഒന്നുമല്ല, ദിസ് ഈസ് എ പ്ലാസ്റ്റിക് ബാഗ്, ബട്ട് ഇതിൽ വരുന്നത് ഒരു മാറ്റ് ഫിനിഷാണ്. സോ വളരെ പ്രീമിയം ലുക്ക് തന്നെയാണ് തോന്നിക്കുന്നത്. പ്ലാസ്റ്റിക് ബാഗ് ആയാലും വളരെ പ്രീമിയം ഫിനിഷായിട്ടാണ് തോന്നുന്നത്. ഈ സാധനം ഇവിടെ ഇല്ലെങ്കിൽ മച്ച് ബെറ്റർ ആയിരുന്നു. യെസ്, അതങ്ങനെയാണ്. അത് നമുക്ക് നോക്കിയിട്ട് ഇനി വേറെ കാര്യമൊന്നുമില്ല. മാറ്റ് ഫിനിഷുള്ള ബാഗ് ആണെങ്കിലും യൂഷ്വലി ഞാൻ ഒരുപാട് ഫിംഗർ പ്രിൻറ്റ്സ് പ്രതീക്ഷിച്ചു. യൂഷ്വലി എല്ലാ മാറ്റ് ഫിനിഷുള്ള ഫോണുകളിലും അങ്ങനെയാണ്. എൻ്റെ ലാപ്ടോപ്പിൻ്റെ മുകളിൽ എങ്ങനെയാണ് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഫിംഗർ പ്രിൻ്റ് വരും. ഇതിന് ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന്. ദിസ് ഈസ് നോട്ട് യെറ്റ് രജിസ്റ്ററിങ് എ ഫിംഗർ പ്രിൻറ്റ്. സോ അതൊരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഫോൺ ഓവറോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഇതില്ല, വെയിറ്റ് തോന്നിക്കുന്നില്ല. 180 ഗ്രാമാണ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് സ്പെക്സ് ആണ് വരുന്നത്. ഈ ഡിസ്പ്ലേനെ പറ്റി പറയുമ്പോൾ സെയിം തിങ് ആണ് പറയാനുള്ളത്. 6.7 ഇഞ്ച് ഫുൾ HD LCD ഡിസ്പ്ലേ ആണ്. അതിനോ 10 റേഞ്ച് ഫോണാണ്. സോ LCD ഡിസ്പ്ലേ ആണ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും 800 നിറ്റ്സ് നോർമൽ ബ്രൈറ്റ്നെസ്, പീക്ക് ബ്രൈറ്റ്നെസ് ആയിട്ട് 900 നിറ്റ്സ് വരെ പോകും. ഈ പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ സ്പെക്ക് തീരെ കാണാത്തതാണ്. ഐ തിങ്ക് ഈ ഫോണിൽ തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ സ്പെക്സ് വരുന്നുള്ളതെന്നാണ്. 120 റിഫ്രഷ് റേറ്റ് ആണ്, ബട്ട് LTPO അല്ല. ബട്ട് 45 Hz വരെ ഇതിലേക്ക് ഗോ ഡൗൺ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് എന്തെങ്കിലും യൂസേജ് ലൈക്ക് നമ്മൾ എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ 45 Hz വരെ ഇത് റിഫ്രഷ് റേറ്റ് കുറയ്ക്കും. ഡിസ്പ്ലേനെ പറ്റി ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉള്ള ഫോണാണ്. ഐ തിങ്ക് 91.40% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ, വിച്ച് ഈസ് അബ്സേർഡ്. ബട്ട് അതിനോ സ്പെക്സ് കണ്ടുകൊണ്ട് മാത്രം ഒന്നും വിലയിരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഫുൾ റിവ്യൂ ഞാൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്. ആൻഡ് അഗെയിൻ നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസ് ഏതെങ്കിലും ഒരു കോർണർ കട്ട് ചെയ്യുന്നത്. ഈ ഫോണും അത്ര വ്യത്യാസമൊന്നുമല്ല. ഈ ഫോണിൽ കോർണർ കട്ട് ചെയ്തിരിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ
അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിലാണ് വരുന്നത്. യൂഷ്വലി ഇവിടെ പവർ ബട്ടൻ്റെ അവിടെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. സോ ആൻഡ് കോർണർ കട്ട് ചെയ്യാത്തൊരു സെക്ഷനാണ് ഇതിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ്. ബാറ്ററി വരുന്നത് 5000 mAh ബാറ്ററിയാണ്. അതുപോലെ തന്നെ 45 വാട്ട് ചാർജിങ്, അതായത് 45 വാട്ടിൻ്റെ ചാർജിങ് ബഡ്ജറ്റ് ഫോണിൽ അധികം കാണാത്തതാണ്. സോ ഇതിലായിരുന്നു ഫസ്റ്റ് കൊടുന്നെന്ന് പറഞ്ഞത്. സോ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്. ഇനി നമുക്ക് മെയിൻ സ്പെക്സിലേക്ക് മൂവ് ചെയ്യാം. വേറെ ഒന്നുമല്ല, പ്രൊസസ്സേഴ്സ്, റാം. ഡയമൻസിറ്റി 6100 പ്ലസിൻ്റെ 5G ചിപ്സെറ്റാണ് വരുന്നത്. TSMCയുടെ 6 നാനോമീറ്റർ ഫാബിൽ വരുന്ന പ്രൊസസ്സറാണ് വിത്ത് 6 gigs ഓഫ് റാം. ഈ വേരിയൻറ്റ് 6 gigs ആണ്. ഇതുപോലെ തന്നെ നമുക്ക് 4 GBയുടെയും അതുപോലെ തന്നെ 8 GBയുടെയും വേരിയൻറ്റ് വരുന്നുണ്ട്. സോ ഇത് 6 gigsൻ്റെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് കൂടുതൽ പെർഫോമൻസ് കമ്പാരിസൺസ് എല്ലാം നമ്മൾ ഫുൾ റിവീൽ ചെയ്യുന്നതാണ്. Then we got the camera. Huge camera ആണ്. 1:2.76 ഇഞ്ചിൻ്റെ സെൻസറാണ് വരുന്നത് വിത്ത് f1.8 ആപ്പർച്ചർ. 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയും അതുപോലെ തന്നെ 8 മെഗാപിക്സൽ ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ് വരുന്നത്. വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 1080p ആണ് മാക്സിമം റെസൊല്യൂഷൻ. 120 FPS വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അത്ര തന്നെ പറയാനുള്ളൂ. ബഡ്ജറ്റ് ഫോണാണ്. സോ അത്ര തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത്ര തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പിന്നെ അനദർ തിങ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഫ്ലാഗ്ഷിപ്സിൽ കണ്ടുവരുന്നതും അതുപോലെ തന്നെ ഈ ബഡ്ജറ്റ് ഫോണിലൊന്നും കാണാത്തൊരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, വേപ്പർ കൂളിംഗ് ചേംബർ. യൂഷ്വലി നമ്മുടെ ഫ്ലാഗ്ഷിപ്പിലെല്ലാം തെർമൽ ത്രോട്ട്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് വേപ്പർ കൂളിംഗ് ചേംബർ. ഇതിൻ്റെ ഉള്ളിലെ ഹീറ്റ് നമുക്ക് പുറത്തേക്ക് പെട്ടെന്ന് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദിസ് ഹാസ് ഇറ്റ്. യൂഷ്വലി ഇത് നമ്മളെ തെർമൽ ത്രോട്ട്ലിംഗ് എല്ലാം ഒഴിവാക്കും. അതുപോലെ തന്നെ ഹീറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സോ വേറെ ഒന്നുമല്ല, ഫാസ്റ്റ് ചാർജിങ് ഉള്ളതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ചിപ്പാണ്. സോ ഒരു വേപ്പർ കൂളിംഗ് ചേമ്പർ ആക്ച്വലി നെസസറി ആണ്. നമുക്ക് 45 വാട്ടിൻ്റെ ചാർജിങ് ഉള്ളതാണ്. സോ അതെല്ലാം മുൻകൂട്ടി കണ്ടായിരിക്കും റിയൽമി ചെയ്തിട്ടുണ്ടായിരിക്കുക. ആൻഡ് വി ഗോട്ട് 5G ആൻഡ് എക്സ്റ്റേണൽ സ്റ്റോറേജ് സപ്പോർട്ട്. റിയൽമി 12X 5G എന്നാണ് പേര്. സോ യൂഷ്വലി നിങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. 5G ഉണ്ട്. ബട്ട് എക്സ്റ്റേണൽ സപ്പോർട്ടിൻ്റെ കാര്യമാണ് നമ്മൾ മെയിൻലി എടുത്ത് പറയേണ്ടത്. അത് നമ്മൾ പറയാം വീഡിയോയുടെ അവസാനം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഫ്ലാഗ്ഷിപ്സും കൊന്നൊരു കാര്യം നമുക്കുണ്ട്. വേറെ ഒന്നല്ല, എൻ്റെ ഫേവറേറ്റ് തിങ് ആണ് 3.5mm ഓഡിയോ ജാക്ക്. ആൻഡ് എനിക്ക് ഈ ഫോണിൽ ഏറ്റവും ഫേവറേറ്റ് തിങ് ആയിട്ട് തോന്നിയ കാര്യം വേറെ ഒന്നുമല്ല, 2 TB ഓഫ് എക്സ്റ്റേണൽ സ്റ്റോറേജ് സപ്പോർട്ട്. എൻ്റെ ഈ കാണുന്ന ലാപ്ടോപ്പിൻ്റെ NVMe 2 TB വരെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ബട്ട് ഐ നോ സ്പീഡെല്ലാം വളരെ വ്യത്യാസമുള്ള കാര്യം തന്നെയാണ്. ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് ഇംപ്രസീവ്. ഇനി എല്ലാ ടെസ്റ്റുകളും, അതായത് ക്യാമറ ടെസ്റ്റ്, ക്യാമറ കമ്പാരിസൺ, പെർഫോമൻസ് കമ്പാരിസൺ, തെർമൽ ത്രോട്ട്ലിംഗ് ടെസ്റ്റ്, അതെല്ലാം ഫുൾ റിവ്യൂവിൽ വരുന്നതാണ്. സോ അതുവരെ വെയിറ്റ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് 10Kയുടെ ഉള്ളിൽ വേറൊരു ബഡ്ജറ്റ് ഫോണാണ് നോക്കുന്നതെങ്കിൽ റെഡ്മിയുടെ ഈ ഫോണിൻ്റെ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. അതിൽ നമ്മൾ ഒരു ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്.